സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് എന്നിട്ട് പിന്നെ ദേ ദോശ ഉണ്ടാക്കും. ദോശയ്ക്കുള്ള മാവും കലക്കി വെച്ചിട്ട് ദോശ ചുടാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് നാളെ കാണില്ലേട്ടാ പെട്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉറങ്ങണ ഏട്ടൻ്റെ പുറത്ത് കയറി നിന്നിട്ട് അവനെ നീപ്പിച്ചിരിക്കുന്നു കേട്ടോ. പിച്ചിക്കും വന്നിട്ടൊക്കെ അവനെ നീപ്പിച്ചിരിക്കുന്നു. പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് വേവിക്കാനാക്കി വെച്ചു കേട്ടോ. ഇന്നത്തെ വേഗം അതിലേക്കുള്ള തേങ്ങ വറുത്ത് അത് അടിച്ചെടുത്ത് പാകത്തിന് മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടൊന്ന് പുളിയൊക്കെ ഒഴിച്ചൊന്ന് ചേർത്തതിന് ശേഷം തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് സാമ്പാർ ഇവിടെ സെറ്റാക്കിയിട്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാമ്പാർ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേ പൊന്നൂസിന് കൊണ്ടുപോകാനായിട്ട് സോയാബീൻ വറുത്തതിനുള്ള മസാലയൊക്കെ തേച്ച് സോയാബീൻ വറുത്തെടുത്ത് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊന്നൂസിന് ചായ കൊടുത്ത് പാറമ്പൂൾ കൊടുത്ത് പാറമ്പൂൾ കഴിച്ചില്ല കേട്ടോ. ഒന്ന് നേരെ വയ്ക്കിയ കാരണം പൊന്നൂസ് ഇതേ കുറിയൊന്നും ഇടാതെ പോകട്ടോ. അപ്പോൾ അവനോടൊന്ന് നോക്ക് കുറിയിട്ടതിന് ശേഷം നോക്കുന്നതാണ്. അപ്പോൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണട്ടെ ലാസ്റ്റ് നിന്ന് അങ്ങനത്തെ തിരിച്ച് കയറേണ്ട. അപ്പോൾ ഞാനിതേ കിതയ്ക്കണം കേട്ടോ. അപ്പോൾ പാറമ്പൂൾ ഇന്നെ അഭിനയിക്കാൻ കേട്ടോ. കുട്ടി വരെ അഭിനയിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു.